ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ ദിസ് വേൾഡ്. ഗുഡ് മോർണിംഗ്. ഇത് ജാനുവരി 19 സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഇത് ക്ലോക്കിൽ 5 മണിയായിട്ടേ ഉള്ളൂ. ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്തിനാണെന്നറിയാമോ, എൻ്റെ പാവക്കുട്ടിയുടെ ചോറൂണാണ്. അപ്പം അതിന് വേണ്ടി റെഡിയാക്കണം. അപ്പം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കേട്ടോ കരിയൊക്കെ വരയ്ക്കുന്നത്. അല്ലാതെ അവൾ ഉണർന്നിരുന്നാൽ ഒന്നിനും സമ്മതിക്കില്ല. പിന്നെ എൻ്റെ കാലിലും കൂടെ ഒരു കറുത്ത പൊട്ടിട്ട് എടുക്കുന്നുണ്ട്. കണ്ണ് കിട്ടാതിരിക്കാൻ നമ്മൾ ബ്യൂട്ടി സ്പോട്ട് ഇടില്ലേ കവിളിൽ, പക്ഷേ അത് അവൾ മായ്ച്ച് കളയും. അതുകൊണ്ട് ഞാൻ കാലിൻ്റെ അടിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഓടിപ്പോയി ഫ്രഷായി കുളിച്ച് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യമേ റെഡിയായിട്ടാണ് അവളെ ഉണർത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഫേസൊക്കെ ചെയ്തു. പിന്നെ ഞാനിത് ശ്രീയുടെ ഹാഫ് സാരിയാണ് കേട്ടോ. ഞാൻ ടിഷ്യൂ ബ്ലൗസ് എടുത്തതാണ്. ഞങ്ങൾ കിച്ചാമോ കിച്ചാമോ കുച്ചിട്ട് വരാം. രാവിലെ എഴുന്നേറ്റപ്പോഴേ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. വാവക്കുട്ടിയെ കുളിച്ച് കയറി അവളിത് ഈ ഉടുപ്പിടുന്നത് വരെ അവൾ കരച്ചിലായിരുന്നു. ഞങ്ങൾ റെഡിയായി നിൽക്കുന്നുണ്ട്. അവളുടെ വിചാരം അവളെ കൂട്ടാതെ എങ്ങോട്ടോ പോകുന്നതാണെന്ന് തോന്നുന്നു. എപ്പോഴും ഇതുപോലെയാണ്. ഞാൻ റെഡിയായി നിന്നിട്ട് അവളെ റെഡിയാക്കാൻ എടുക്കുമ്പോൾ അവൾ വെളിയിലിരുന്ന ഡ്രസ്സ് ഇടുന്നവരെ കരയും. ഇതിപ്പോൾ കരച്ചിലൊക്കെ മാറി അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്ത ഇഞ്ഞ വന്നിട്ടുണ്ട്. ഇഞ്ഞയാണ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് പൊന്നുവിൻ്റെ പ്ലസ് സ്റ്റൈലിസ്റ്റ് ഒക്കെ. അപ്പോൾ ഇനി ഇഞ്ഞ വാവക്കുട്ടി ഒരുക്കുകയാണ്. കരിയൊക്കെ ഞാൻ അവിടെ എഴുതിയത് കൊണ്ട് അതൊന്നും കുളിപ്പിച്ചപ്പോൾ പോയിട്ടില്ല കേട്ടോ. എന്നിട്ട് തലമുടി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ വാവയ്ക്ക് തലമുടിയിൽ കെട്ടാനൊക്കെ ക്ലിപ്പൊക്കെ ഞങ്ങൾ പോയി വാങ്ങിയപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് തല സെറ്റ് ചെയ്ത് കെട്ടാൻ പറ്റുമോ എന്ന് നോക്കാം. കെട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു പൂവൊക്കെ വെച്ചു, കുറച്ച് പിച്ചിപ്പൂവ് പിച്ചയിൽ ടിക് ടിക് സ്ലൈഡൊക്കെ വെച്ചു കേട്ടോ. 8:30 മുതൽ 12 മണി വരെയാണ് അമ്പലത്തിൽ. അപ്പം ഞങ്ങൾ 7:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മയാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ശ്രീ വന്നില്ല, ബാക്കി ഞങ്ങളെല്ലാവരും പോയി. അപ്പം ഹസ്ബൻഡ് വീട്ടുകാരെയും കൂടെ കൂട്ടി ആറ്റേന അമ്പലത്തിൽ വരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റുകൊണ്ട് വാവക്കുട്ടി കാറിൽ കയറിയപ്പോഴേ ഉറങ്ങി കേട്ടോ. അതേ അപ്പുചേട്ടന് നല്ല ഉറക്കം വന്നിങ്ങനെ ചാരി കിടക്കുകയാണ്. അപ്പുചേട്ടൻ ഏകദേശം ഒന്ന് മയങ്ങിയാണ് അമ്പലത്തിലെത്തിയത്. 8:15 ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. അവിടെ എല്ലാവരും അപ്പോഴത്തേനും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാറൊക്കെ ഒതുക്കിയിട്ട് നേരെ അമ്പലത്തിൽ പോയി. ആദ്യം പോയി ടോക്കൺ എടുക്കാൻ പോയി കേട്ടോ. അവിടെ പോയി കുഞ്ഞോണും ഉണ്ട്, പിന്നെ തുലാഭാരം ഉണ്ട്, ശർക്കര ഉണ്ടാണ് കേട്ടോ തുലാഭാരം. അപ്പോൾ അതിന് രണ്ടിനും ടോക്കൺ എടുത്തു. ആദ്യത്തെ സെറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി 8:30 ആയപ്പോൾ തന്നെ. പിന്നെ അവിടെ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ അവർ തന്നെ ക്യാമറാമാനെ വെച്ചിട്ട് ഫോട്ടോസ് എടുത്ത് തരും. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഫോട്ടോസ് കിട്ടിയതാണ് വീഡിയോ തുലാഭാരത്തിലേക്ക് എടുത്തായത്. വാവക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് കല്യാണമുള്ള ദിവസമായിരുന്നു. അപ്പോൾ അകത്ത് കയറി തൊഴാനൊന്നും പറ്റിയില്ല. ഭയങ്കര ക്യൂ ആയിരുന്നു. മാവ് ഭയങ്കര കരച്ചിലുമായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ മാത്രം കയറി തൊഴുതിട്ട് ഞാൻ ആ നടക്കിലായിരുന്നു. ജസ്റ്റ് മാവയും കൊണ്ടൊന്ന് തൊഴുതിട്ട് അങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 9:45 അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസിന് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവർ ബൈ ബൈ.